പട്ടികജാതി മോർച്ച നിയമസഭാ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ നരനായാട്ടിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ. പോലീസ് ക്രൂരതയിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ പട്ടികജാതി മോർച്ച നേതാവ് ദിവ്യ ഇപ്പോഴും ചികിത്സയിലാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ മാർച്ച് ആരംഭിച്ചോ? ഈ ധർണ എങ്ങനെ പുരോഗമിക്കുന്നു? മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടറിയിലേക്കാണ് മാർച്ച് നടത്തുന്നത്. മാർച്ചും ധർണയുണ്ടാവും. നിയമസഭാ മാർച്ചിലേക്ക് നടത്തിയ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ചിലേക്ക് നടത്തിയ ആ മാർച്ചിൽ പോലീസിന്റെ നരനായിട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പട്ടികജാതി മോർച്ച ജില്ലാ നേതാവിനടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണല്ലോ. ശക്തമായ പ്രതിഷേധമാണ്. ഇത് തുടക്കം മാത്രമാണ്. നമ്മുടെ പാവപ്പെട്ട എസ് ടി മോർച്ച കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച പോലീസിന്റെ നടപടിക്കെതിരായിട്ടാണ് പിണറായി സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി ഒട്ടനവധി സംഭവങ്ങൾ, വിദ്യാർത്ഥികളുടെ ഗ്രംസൻ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി സർക്കാർ കൊടുത്തില്ലെങ്കിൽ ശക്തമായ സമരവും പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടാകും. വലിയ സമരമാണ്. തീർച്ചയായിട്ടും വളരെ വളരെ വിപുലമായ സമരത്തിനാണ് ഇനി മുതൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ്, ഫീസ് ആനുകൂല്യങ്ങൾ തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട ഈ LDF സർക്കാരിനാണ് ശക്തമായ സമര പ്രക്ഷോഭങ്ങളുമായിട്ട് BJP മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗൗതം, വനിതാ പ്രവർത്തകരടക്കമുണ്ടായിരുന്നു. ആ വനിതാ പ്രവർത്തകരടക്കമാണ് ക്രൂരമായി ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് തള്ളിയിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വനിതാ പ്രവർത്തകരെ അടക്കം ആക്രമിച്ച് പോലീസ് അതിക്രമിച്ചിരുന്നു. കിരാതമായ പരിപാടിയല്ലേ നടന്നത്? ഇങ്ങനെയാണോ വരേണ്ടത്? SC STക്കാരെ ഒതുക്കാനായിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പോലീസുകാർ കണ്ണും മൂക്കും നോക്കാതെയല്ലേ പിള്ളേരെ അടിച്ചമർത്തിയത്? ജനകീയമായി നടക്കുന്ന സമരത്തിന് ഇങ്ങനെ ഒരു അടിച്ചമർത്തലല്ല വേണ്ടത്. പട്ടികജാതി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു സമരം നടന്നത്. ആ സമരത്തിന് നേരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായിരുന്നത്. നിയമസഭാ മാർച്ചിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് വലിയ രീതിയിൽ അതിക്രമം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകയെ ജലപീരങ്കി കൊണ്ട് തറയിലേക്ക് തള്ളിയിടുകയും തുടർന്ന് നട്ടലിനടക്കം പരിക്കേറ്റുകൊണ്ട് SC മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ദിവ്യ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്. മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുന്നത്. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ അല്പസമയത്തിനുള്ളിൽ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വലിയ രീതിയിലുള്ള പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുകയാണ്. SC മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് നടത്തിയ നരനായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്നവരോട് പിണറായി പോലീസ് കാട്ടുന്ന കാടത്ത സമീപനം നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടി കരമന ജയൻ കൂടി ചേരുന്നു. ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. SC മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ വലിയ രീതിയിലുള്ളൊരു കാടത്തമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. വലിയ കാടത്തവും മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ ആക്രമണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായത്. പട്ടികജാതി മോർച്ച ശരിക്കു പറഞ്ഞാൽ പട്ടികജാതിപ്പെട്ട ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ധാർമ്മികമായ സമരമാണ് നടത്തിയത്. നിയമസഭയിലേക്ക് മാർച്ച് ചെയ്ത് സമാധാനപരമായിട്ട് മാർച്ച് ചെയ്ത പ്രവർത്തകരെ, പ്രത്യേകിച്ചും SC മോർച്ചയിലെ വനിതാ പ്രവർത്തകരെ വളരെ ക്രൂരമായി ഈ പോലീസിൻ്റെ ജലപീരങ്കി വളരെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രയോഗിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2-3 വനിതാ നേതാക്കന്മാർ, പ്രവർത്തകർ അത് വളരെ ശക്തമായി താഴോട്ട് നിലംപതിച്ച് വീണു. അത് ദിവ്യ എന്ന് പറയുന്ന ഒരു യുവതി, പട്ടികജാതി യുവതി, അവർ ഈ പട്ടികജാതി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ആ യുവതിയുടെ നട്ടലിൽ കാര്യമായിട്ടുള്ള ക്ഷതമേറ്റ് 3 മാസം ഒരേ കിടപ്പിൽ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് തൊട്ടു മുമ്പ് 2 ദിവസത്തിന് മുമ്പ് യുവമോർച്ച പ്രവർത്തകരുടെ നേരെയും ഇത്തരത്തിലുള്ള ഗ്രനേഡ് അടക്കമുള്ള ജലപീരങ്കി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ആക്രമിച്ചു. ഇത് അടുത്ത കാലത്ത് ഈ കോർപ്പറേഷൻ ഭരണം ഭാരതീയ ജനതാ പാർട്ടി നേടിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള CPMന്റെ കിരാതമായ വാഴ്ച
അതിൻ്റെ ഭാഗമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടിയുടെ പോഷക സംഘടനയുടെ പ്രവർത്തകരുടെ നേരെ നടക്കുന്നത്. ഇത് ശക്തമായി തന്നെ BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി ഇതിനെ കാണും, ശക്തമായി തന്നെ ഇതിനെ പ്രതികരിക്കും. ഇതിനെ മാന്യമായിട്ട് ഇവിടെ സമരം ചെയ്യുന്ന, ധാർമ്മികമായി സമരം ചെയ്യുന്നവർക്ക് സംരക്ഷണം കിട്ടിയേ പറ്റൂ. ഈ ക്രൂരമായ ആക്രമണം ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. പട്ടികജാതി ദേശീയ കമ്മീഷന്റെ മുമ്പിൽ ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നു. പോലീസിന്റെ മുമ്പിൽ, കമ്മീഷന്റെ മുമ്പിൽ, DGPയുടെ മുമ്പിൽ അടക്കം എല്ലാ ഉദ്യോഗസ്ഥന്മാരും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി വരെ നേരിട്ട് മുഖ്യമന്ത്രിയെ ഇടപെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. ശക്തമായ സമരം, നാട്ടിൽ മുഴുവൻ ശക്തമായ സമരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന പ്രവർത്തകർ, അതിൽ വനിതാ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി സമരം ചെയ്യുമ്പോൾ ആ കരുതിക്കൂട്ടിയാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചത് എന്ന് പറയേണ്ടി വരില്ലേ? സമരം സ്വാഭാവികമായി ബാരിക്കേഡിന് മുമ്പിൽ ഒരു ശക്തമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ഉണ്ടാകും. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ക്രൂരമായി, അത് വനിതകളെ നോക്കി തന്നെ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഇതാദ്യമാണ്. സ്വാഭാവികമായിട്ടും യുവാക്കൾ സമരം ചെയ്യുന്ന സമയത്തും ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വനിതകളാണ് ബാരിക്കേഡിന്റെ മുകളിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ശക്തമായി വീഴുക എന്ന ഉദ്ദേശത്തോടെ ആ ദിവ്യയുടെ നേർക്ക് അത് അതിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പട്ടികജാതിക്കാരെ സംരക്ഷിക്കുന്നത് തങ്ങളാണെന്നാണ് CPM സർക്കാരും മുഖ്യമന്ത്രിക്ക് അവകാശപ്പെടുന്നത്. ആ മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഈ കാണിച്ചത്. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ പട്ടികജാതിക്കാരെ സംരക്ഷിച്ചിരിക്കാം, ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പട്ടികജാതി വിഭാഗപ്പെട്ട ജനങ്ങൾക്ക് എതിരെ ശക്തമായി നിലപാടെടുക്കുന്ന സർക്കാരാണ്. പട്ടികജാതി വിരുദ്ധ പ്രവർത്തനങ്ങളും നയങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ആംബുലൻസ് പോലും എത്തിയില്ല, വൈകിയാണ് എത്തിയത്. വളരെ പ്രതികാരത്തോടു കൂടിയാണ് പോലീസ് സംവിധാനം. BJPയുടെ മുതിർന്ന നേതാവ് PK കൃഷ്ണദാസ് അടക്കം ഇവിടെ എത്തിയിട്ടും അവരെല്ലാം ഇടപെട്ടിട്ടും വളരെ കാലതാമസമുണ്ടായി ആശുപത്രിയിൽ എത്തിക്കാൻ. അതിന് ഭാഗമായിട്ട് അതും ശക്തമായ പ്രതിഷേധം അർഹിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഗൗതം, ശക്തമായ പ്രതിഷേധം തന്നെയാണ് BJP രേഖപ്പെടുത്തുന്നത്. തുടർന്നും ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ, ഇത്തരത്തിൽ നരനായിട്ട് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്നും സമരമുണ്ടാകുമെന്ന് തന്നെയാണ് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറയുന്നത്. കാരണം കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്, സ്ത്രീ എന്നൊരു പരിഗണന പോലും ഇല്ലാതെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള അതിക്രമണം ഉണ്ടായത്. ബാരിക്കേഡിന് മുകളിൽ സ്വാഭാവികമായി സമരം നടക്കുമ്പോൾ ബാരിക്കേഡിന് മുകളിൽ സ്വാഭാവികമായി സമരം ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ബാരിക്കേഡിന് ഇറങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ജലപീരങ്കി പ്രയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ സ്ത്രീകൾ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുമ്പോൾ സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും നോക്കാതെയാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. മാത്രമല്ല ആശുപത്രിയിൽ എത്തിക്കുന്നതടക്കം ആംബുലൻസ് വഹിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിൽ കാരണക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുത്തില്ലെങ്കിൽ അത് SC/ST ദേശീയ കമ്മീഷനെ അടക്കം സമീപിക്കുമെന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കും. ഇതിൽ ശക്തമായ പോരാട്ടം, ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല, ശക്തമായ പോരാട്ടം ഇനിയും നടത്തുമെന്നാണ് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. സമരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയായി ഇരുന്നു കൊണ്ട് ധർണ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ചായി വന്നുകൊണ്ട് മാർച്ച് ആയിട്ടാണ് ഇത് സമരം തുടങ്ങുന്നത്, പ്രതിഷേധ സമരം തുടങ്ങുന്നത്. അതിനുശേഷം നിരവധി വനിതാ പ്രവർത്തകർ അടക്കം ഇവിടേക്ക് എത്തുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ധർണ സംഘടിപ്പിക്കുകയാണ്. ഇതിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. SC മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഭയിലേക്ക് നടന്ന മാർച്ചിലാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള നരനായിട്ടുണ്ടാകുന്നത്. പോലീസ് ക്രൂരമായി പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. സ്ത്രീകളെന്നുള്ള ഒരു പരിഗണന പോലും സ്ത്രീകളിൽ നിന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ നടപടികൾ ഉണ്ടാകുന്നത്. പിണറായിയുടെ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ക്രൂര നടപടികൾ ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. അല്പസമയം മുമ്പാണ് നമ്മളോട് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നു, വലിയ രീതിയിലുള്ള ഒരു ക്രൂരത, ഇത് കരുതിക്കൂട്ടിയുള്ള രീതിയിലുള്ള പോലീസിൻ്റെ നടപടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മേൽ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത്. എന്തായാലും സമരം തുടരുകയാണ്, ധർണ തുടരുകയാണ്. സെക്രട്ടറിയേറ്റിന് മുന്നിൽ വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഗൗതം, തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണിപ്പോൾ ഈ പ്രതിഷേധ ധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് SC മോർച്ചയുടെ മാർച്ചിന് നേരെ പോലീസിന്റെ വലിയ അതിക്രമം ഉണ്ടായി. ഒരു വനിതാ നേതാവിന് നട്ടലിന് പരിക്കേൽക്കുന്ന രീതിയിലുള്ള ജലപീരങ്കി പ്രയോഗവും മറ്റുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.